മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കലാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എന്തിലൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളും വലിച്ചെടുക്കുകയാണ്. നമ്മൾ നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ ഫോൺ യൂസിലും സോഷ്യൽ മീഡിയയിലും പല പല കാര്യങ്ങളും നമ്മൾ ഒരു നിമിഷം നമ്മൾ വെറുതെ ഒറ്റയ്ക്കുന്ന നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ തിരിയുന്നത്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാണോ? ധ്യാനം, മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് അത് ശ്രദ്ധിക്കലാണ്. ഈ നിമിഷത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അതിനോട് നമ്മളൊരു കാതോർക്കലാണ്. അപ്പം അങ്ങനെ കാതോർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്ഥിരമായിട്ടുള്ള ഒരു സൈലൻസ്, ഒരു മൗനം, ഒരു സംതൃപ്തി, സന്തോഷം, അതിലോട്ടൊക്കെ നമ്മൾ മെല്ലെ എത്തുകയാണ്. ആക്ച്വലി വി ആർ ഗെറ്റിംഗ് ഇൻ ട്യൂൺ വിത്ത് ദ യൂണിവേഴ്സ് എന്ന് പറയാം. അപ്പോൾ അത് നമ്മളെ കൂടുതൽ സന്തോഷത്തിലേക്കും കൂടുതൽ ഒരു സമാധാനത്തിലേക്കും ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് എത്തി. നമ്മൾ നോക്കിയാൽ നമ്മൾ ഇന്ന് ഒരു പീസ് ഓഫ് മൈൻഡായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ? സ്മോക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ നമ്മളുടെ ഡിസ്ട്രാക്ഷൻസ് നമ്മൾ കണ്ടു. നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് നിന്ന് മാറിയിട്ട് നമ്മൾ ഈ നിമിഷത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ നിമിഷത്തിലേക്ക് നമ്മൾ സറണ്ടർ ആവുകയാണ് ആ നിമിഷത്തിലേക്ക്. അതാണ് മെഡിറ്റേഷൻ എന്നുള്ള പ്രോസസ്സ്. നിങ്ങളൊരു ഒരു ഒരു പൂച്ചയെ ശ്രദ്ധിച്ചു നോക്കും. ഒരു പൂച്ച എത്രത്തോളം അവെയർനെസ്സിലാണ്. അപ്പം നമ്മൾ നോക്കിയാൽ ആ പൂച്ച ഉറങ്ങുന്ന പോലെ തോന്നാം. പക്ഷെ ചെറിയൊരു ശബ്ദം കേട്ടാൽ തന്നെ ആ പൂച്ച ഉണരും. അത്രത്തോളം അവെയർനെസ്സിലാണ്. നമ്മളിലും അതേ അവെയർനെസ് നമ്മളിലും ഉണ്ട്. ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു അവെയർനെസ്, ഒരു ലിസണിങ് കേപ്പബിലിറ്റി നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മളെങ്ങനെയാണ് ഉണർത്തുന്നതെന്ന് ചോദിച്ചാൽ ത്രൂ മെഡിറ്റേഷൻ. അവിടെയാണ് ധ്യാനം എന്നുള്ള ഒരു പ്രോസസ്സിൻ്റെ പ്രസക്തി. നമ്മൾക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ ഫോണിലെ യൂസും സോഷ്യൽ മീഡിയ യൂസും പിന്നെ പല കാര്യങ്ങൾ ഒരു നിമിഷം നമുക്ക് വെറുതെ ഇരിക്കുകയാണെന്ന് തോന്നില്ല. അത് നമ്മളറിയാതെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾക്കല്ല, പല കാര്യങ്ങൾക്കും, പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ പോകും. നമ്മൾ അറിയാതെ വി ആർ നോട്ട് അവെയർ ഓഫ് ഹൗ അവർ ഫോക്കസ് ഇസ് ഗോയിങ്. അവിടെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ട ഒരു പ്രസക്തി. മെഡിറ്റേഷൻ എന്ന പ്രാക്ടീസ് നമ്മൾ തുടങ്ങേണ്ട ഒരു പ്രസക്തി അവിടെയാണ് ഉള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബി ഹാപ്പി ഓൾവേസ്. താങ്ക് യു.